വീട്ടിലകത്ത് മുഴുവൻ പോച്ച കയറി കിടക്കുമല്ലേ, ഒന്ന് കിളച്ച് വൃത്തിയാക്കാന്ന് വിചാരിച്ചാ. ഇന്ന് എനിക്ക് പണി വേറെ ഒന്നുമില്ല. ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി കുട്ടാ. ആ കുട്ടൻ ചെല്ല്. മാധവേട്ടൻ കുറച്ച് താമസിച്ചല്ലോ വരവ്. ആ മക്കളെ, എടാ എനിക്കിപ്പോ ഒരു 10-70 വയസ്സില്ലയോ. പഴയതുപോലെ വെട്ടാനും കിളയ്ക്കാനും ഓടാനും ചാടാനും ഒന്നും പറ്റത്തില്ലടാ. സാമിനെയൊക്കെ പോയി. എടാ ഞങ്ങളൊക്കെ ഇന്നോ ഇന്നലെയൊക്കെ വന്നാണോ? ഒരുപാട് നേരത്തെ വന്നല്ലേ ഇവിടെ. മാധവേട്ടൻ നമ്മുടെ ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടേ പോത്തുള്ളൂ. കാരണം ഇത് 6 പാക്ക്. അല്ലയോ മാധവേട്ടാ? രവി, നീ അത് എന്തായാലും കാര്യമില്ലാതെ നീ ഇതുപോലെ സോപ്പിടത്തില്ലെന്ന് എനിക്കറിയാം. മാധവേട്ടാ, സോപ്പ് തന്നെയാ കാര്യം. കഴിഞ്ഞ പ്രാവശ്യമായി മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ സോപ്പ് കൊണ്ട് കൊടുക്കാമെന്ന് അവനോട് പറഞ്ഞിരുന്നു. ഇതുവരെയും കണ്ടില്ല. ആണോ? പ്രകാശം ഫോൺ ചെയ്യട്ടെ, അന്നേരം പറയാം കേട്ടോ. എടാ രവി, നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ ഈ മാധവേട്ടൻ ഇവിടെയൊക്കെ നീന്തി നടന്നതാ. മാധവേട്ടന്റെ മുമ്പിൽ ഒരു കോവിഡിന്റെ പണി നടക്കത്തില്ല. അത് ശരിയാ, പ്രളയത്തിലേ മാധവേട്ടൻ കുറെ നീന്തിയതാ. പക്ഷെ പ്രളയമൊന്നും ഇല്ലാതെ തന്നെ ഇവൻ രാത്രി ഒന്നും നീന്തിയാ വീട്ടിൽ പോകുന്നത്. അയ്യോ, സലിം എന്തുവായി കാണിക്കുന്നേ? അതെ, ഇതാവുമ്പം മാസ്ക് ഇല്ലെന്ന് പറഞ്ഞ് പോലീസ് പിടിക്കത്തുമില്ല, സിഗരറ്റും വലിക്കാം. മാധവേട്ടാ, പ്രകാശിനവിടെ സുഖം തന്നെ അല്ലയോ? അവനവിടെ ഷെയ്ക്കിന്റെ ഏറ്റവും അടുത്ത ആളാണെന്നാണല്ലോ കേൾക്കുന്നത്. അതേടാ, അയ്യോ അവനോട് ഭയങ്കര തിരക്കാ. അയ്യോ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അവന് തീരെ സമയം കിട്ടത്തില്ല. കണ്ടില്ലേ, കാപ്പിക്ക് 10-12 ദോശയും വാങ്ങിക്കൊണ്ട് പോവുക. സെറ്റപ്പില്ല. പക്ഷേ മാധവേട്ടന്റെ പിശുക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഒരു ചായ പോലും വാങ്ങി കുടിക്കത്തില്ല. മാധവേട്ടാ നമസ്കാരം. അയ്യോ, ഇതാരൊക്കെ എന്തോ രാവിലെ രണ്ടുപേരുടെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു. മാധവേട്ട, ഈ മഹാമാരിയുടെ കാലത്ത് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നപ്പോ പണമില്ലാത്തവന്റെ മക്കളൊക്കെ പഠനത്തിന് പുറത്തായി. ഞങ്ങള് പൊതുപ്രവർത്തകരെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ ആഗ്രഹം പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പോലും ഈ സമ്പ്രദായത്തിന് പുറത്താകരുതെന്നാണ്. സഹായിക്കുന്നത്. ചെയ്യാം മഹേഷ്, തീർച്ചയായിട്ടും ചെയ്യാം. പ്രകാശിന്റെ കാശ് വന്നാ ചെയ്തിരിക്കും. ദോഷം. നമസ്കാരം മാധവേട്ടാ. നമസ്കാരം. അല്ല, മനസ്സിലായില്ല. ഞാനാ സതീശന. സതീശനോ? അല്ല, നീ ബോംബെ എപ്പോഴാ വന്നത്? 1 മാസമായി വന്നിട്ട്. 28 ദിവസം സർക്കാർ ക്വാറന്റൈനിലായിരുന്നു. ബോംബെ ധാരാവിലെ അവിടെ ഒരുപാട് പേർക്ക് കോവിഡ് പടർന്നുകൊണ്ടിരിക്കാന്ന് പറയുന്നത് കേട്ടല്ലോ, ശരിയാണോ? അവിടെ വലിയ വിഷയമെന്ന് പറയുന്നത്. ഭയങ്കര വിഷയം ഭയങ്കര വിഷയം.
ആയുസിന്റെ ബലം കൊണ്ട് ഞങ്ങൾ കുറച്ചുപേർ ഓടി രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ. അല്ല, മാധവേട്ടന് പേടിയുണ്ടോ? എനിക്ക് പേടിയെന്നോ? ഞാനിനി എന്താ പേടിക്കാനാടാ? അതുകൊണ്ട് ഇന്ന് എന്റെ വക സന്തോഷം. എല്ലാവർക്കും വയറ് നിറച്ച് പഴം. എല്ലാവർക്കും പഴം കേട്ടോ. എന്നാ പിടിക്കും മാധവേട്ട. അപ്പൊ ഇതങ്ങളെ പൊട്ടടാ, മഴയ്ക്ക് മുമ്പേ വീട്ടിലെത്തട്ടെ. സതീശോ, പിന്നെ കാണാം. ശരിയെന്നാ. നിന്നോട് ഞാൻ എന്തോ പറഞ്ഞത്? പഴയ അവസ്ഥയല്ലൂടെ, ഇപ്പോഴത്തെ അവസ്ഥ കുട്ടൻ അറിയാമല്ലോ. കാശൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് വാരിക്കൊരു തന്ന കൈയല്ലേ അത്. കണ്ടിട്ട് പോയാ മതി. പറയുന്നതല്ലതും കേൾക്കുന്നു. സരസ്വതിയെ, പുറത്തെല്ലാരും പറയുന്നു കോവിഡ് പിടിച്ച് കുറെ പേര് മരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? നിങ്ങൾക്ക് ഈ മാസ്കെങ്കിലും ഒന്ന് ശരിയായി വെച്ചുകൂടെ? അല്ലെങ്കിൽ ഇറങ്ങി അതിന് വീട്ടിൽ ഇരിക്കണം. ഈ വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാലേ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിന് ആരോട് തരാനാ? ഇത്തിരി അരി വേവിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ ഗ്യാസ് ഇല്ല. മഴ നനയാത്ത ഇത്തിരി ഓലയ്ക്കാലും പോലും ഇല്ല ഈ അടുപ്പിനകത്ത് വെച്ച് കത്തിക്കാൻ. ചായക്കടയിൽ നിന്ന് 10-12 ദോശ മേടിച്ചോണ്ടാ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ രണ്ടുപേര് കഴിക്കുന്നത്. എല്ലാം എന്താ 2 മാസത്തിന് മുമ്പ് കിട്ടിയ വാർത്തയ്ക്ക് പെൻഷൻ കൊണ്ടാ ഇത്രയും കാലം കഴിഞ്ഞു പോയത്. ഇപ്പൊ അതും തീരാറായി. അല്ല, പ്രകാശന് കാശയച്ചിട്ട് നാളെത്രയെന്നറിയോ? നീ പേടിക്കണ്ട. ഈ പറയുന്നത് പോലെ ഇവിടെ ഒന്നും ആർക്കും കോവിഡ് പറഞ്ഞിട്ടില്ല. എടി, ഇപ്പൊ ചായക്കട വരുന്നവരാരും മാസ്ക് വെച്ചോണ്ടല്ല വരുന്നത്. ഉടേ തമ്പുരാൻ നമ്മളെ കാക്കും. പിന്നെ നീ ഒരു വിശേഷം അറിഞ്ഞോ? എടി, നമ്മുടെ മോന്റെ കൂട്ടുകാരൻ ദുബായിൽ നിന്ന് വന്നപ്പം അവൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? അവനവിടെ കൂടിയ ജോലിയാണ് കിട്ടിയത്. അവനവിടെ തിരിഞ്ഞു നീക്കാൻ സമയമില്ലെന്ന്. നീ താട്ടെ ഈ പഴം ഒന്നും എടുത്ത് കഴിച്ചു സന്തോഷമായിട്ടില്ലേടി? രാമ 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 രാമ. എന്താ മാധവേട്ട, വീഡിയോ തുറക്കുന്നു? കൊറോണ വന്നതിന് ശേഷം കട തുറന്ന് കച്ചവടം നടത്തുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടല്ലേ നടത്തുന്നു. ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നിരുന്ന മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നു. ഞാനേ ആ സാമൂഹ്യ പെൻഷൻ മേടിക്കാൻ വേണ്ടി പോവുക. സൊസൈറ്റിയിൽ നിന്ന് പെൻഷൻ കൊണ്ട് തരുന്ന പയ്യനെ കാത്ത് ഒരാഴ്ചയായിട്ട് വീട്ടിൽ കാത്തിരിക്കുക. ഇതുവരെ കണ്ടില്ല. എന്നാ പിന്നെ ആ പയ്യന്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ നീ അടിച്ചിറങ്ങിയതാ. അപ്പൊ ശരി മാധവേട്ടാ, ഞാൻ ഷോപ്പിലോട്ട് കയറട്ടെ. എന്നാ ശരി. എന്നാ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ മോളെ. ഇതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? ഇല്ലമ്മേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കിയ കൂട്ടത്തിൽ അമ്മയ്ക്കും കൂടി ഉള്ള ഒരു പങ്ക്. എത്ര പേർക്ക് എത്രയോ കാലം വെച്ച് വിളമ്പിയ വീടാ. അതൊക്കെ ഒരു കാലം. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മേ? വീട്ടിലെല്ലാവർക്കും സുഖമാണ് മോളെ. അതെ അതെ, സുഖമാണ്. പിന്നെ ലഘുവായില്ലേ?
എടുക്ക. ഹലോ ആ മോനാണോ അച്ഛൻ്റെ സുഖ ആ അമ്മയ്ക്ക് അസുഖങ്ങളൊന്നുമില്ല. മഴയോ? ഭയങ്കര മഴയോ പോലെ കാറ്റുമൊക്കെ ഉണ്ട്. ആ കൊറോണയോ? ഇവിടെങ്ങും ആർക്കും കൊറോണയൊന്നുമില്ല. അതെ, നാട്ടുകാർ വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന. വേണ്ട വേണ്ട, കാശൊന്നും ഇപ്പൊ അയക്കണ്ട. എടാ, നീ ആവശ്യമില്ലാത്ത സമയത്ത് ഇറങ്ങി, ഈ സമയത്തൊന്നും ഇറങ്ങി ബുദ്ധിമുട്ടി കാശ് അയക്കണ്ടെന്ന്. ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് മതി. വേണ്ട വേണ്ട, അത്യാവശ്യത്തിന് പൈസ ഇപ്പോൾ ഉണ്ട്. പൈസ ഉണ്ട്. ആ നീ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി. ആ അത് തന്നെ. അത് അച്ഛനെ സർക്കാർ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചാന്ന് പറയേ. ആ അമ്മേനെ കൊടുക്കാം. മോനെ മോനെ ആ ഇവിടെ നിനക്കവിടെ വിഷമമൊന്നുമില്ലല്ലോ മോനെ? അത് കേൾക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഭക്ഷണമൊന്നും കിട്ടുന്നുണ്ടോ മോനെ? ആ ഈ കുബൂസും നീ പറഞ്ഞതും ഒന്നും ഒരുപാട് വാങ്ങി കഴിക്കല്ലേ, വയറ് കേടാക്കല്ലേ മോനെ. ഓ ഓ ശരി മോനെ, ശരി. നിങ്ങളെങ്കിലും ഒന്ന് പറ, എന്നെ കൂടെ കൊണ്ടുപോകാൻ. എനിക്ക് അസുഖം ഉണ്ടെന്ന് മോനെ പ്രകാശ, മോനെ അച്ഛനെ കൊണ്ടുപോകണ അമ്മ കൊണ്ടുപോകണ മോനെ. പ്രകാശ മോനെ, ഇനി അമ്മയ്ക്ക് ആരുമില്ലടാ. വയസ്സാകാരൻ എനിക്ക് ഇവരി വന്നില്ല എന്ന് പറയാനേ. മോനെ അച്ഛനെ കൊണ്ടുപോകണ. എനിക്ക് ഹലോ മിസ്റ്റർ പ്രകാശ്, ഞാൻ ഷൗക്കത്താണ്. ഷൗക്കത്ത് പറമ്പി, ഷാർജ മലയാളി അസോസിയേഷൻ സെക്രട്ടറി. സുഗന്ധനല്ലേ? ഭക്ഷണം കഴിച്ചായിരുന്നോ? നമ്മുടെ പ്രവർത്തകരോട് വന്ന് നിങ്ങളെ കണ്ടില്ലേ? ആ പ്രകാശ്, നിങ്ങൾക്ക് വല്ല ദേഹാസ്വാസ്ഥ്യമോ ക്ഷീണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കണം. അറിയാമല്ലോ, നമ്മുടെ പ്രവർത്തകർ എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ച് അവിടെ ഉണ്ട്. നോക്കൂ മിസ്റ്റർ പ്രകാശ്, ഷാർജയിൽ ഒരു ഹോസ്പിറ്റലിലും ഒരു ബെഡ് പോലും ഇപ്പൊ ഒഴിവില്ല. എല്ലാ ആശുപത്രികളിലും രോഗികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കണം. പിന്നെ നമ്മുടെ പ്രവർത്തകർ എല്ലാ ആശുപത്രിയിലും ഉണ്ട്. എവിടെയെങ്കിലും ഒരു ബെഡ് ഒഴിവ് വന്നാൽ
മിസ്റ്റർ പ്രകാശനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും, ഹോസ്പിറ്റലിലേക്ക് മാറ്റും. ഡോൺ വറി. ഇൻഷാല്ലാ ഇൻഷാല്ലാ മാഫി മുഷ്കിൽ. പിന്നെ വേറെ ഒരു കാര്യം, എന്തെങ്കിലും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യം? ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്. ശബ്ദക്ക ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. കോവിഡും പട്ടിണിയും ബാധിച്ച് ആരും അറിയാതെ ഈ റൂമിൽ കിടന്ന് മരിക്കുമെന്നാണ് വിചാരിച്ചത്. കോവിഡ് പോസിറ്റീവ് റിസൾട്ട് വന്നപ്പം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം റൂമിൽ. അത് കുറ്റം പറയുമല്ല, അവർക്ക് നാട്ടിൽ കാത്തിരിക്കാൻ ഒരുപാട് കുടുംബങ്ങളൊക്കെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുമല്ലേ. ഞാനും നാട്ടിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വിമാനം കയറിയത്. ഇവിടെ എത്തിയപ്പോൾ എന്റെ സമയദോഷം കൊണ്ട് നഷ്ടത്തിൽ കമ്പനി കൂട്ടി എന്റെ ജോലിയും പോയി. നിയമങ്ങളൊക്കെ ലംഘിച്ച് വല്ലപ്പോഴും പുറത്ത് പണിയെടുത്ത പിടിച്ചിരുന്നത്. എന്നെങ്കിലും ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നുമില്ലാതെ കാലം ഒരുപാട് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് മനസ്സിനിഷ്ടപ്പെട്ട പെണ്ണിനെ പോലും മറ്റൊരുവൻ സ്വന്തമാക്കി. തറവാട് പുതുക്കി പറയണമെന്നുള്ള ഒരാഗ്രഹം പോലും നടന്നില്ല. പ്രായമായ അച്ഛനെ അമ്മയെ ഓർത്തു മാത്രമാ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത്. എല്ലാം പോയി, ജീവിതം നശിച്ച്. ശബ്ദത്തില്ല, എനിക്കൊരപേക്ഷയുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ശരീരമൊക്കെ നാട്ടിൽ കയറ്റി വിടണം. എന്റെ സ്ഥാനത്ത് വേറൊരു മകനായിരുന്നെങ്കിൽ എന്റെ അമ്മയും അച്ഛനെ പൊന്നുപോലെ നോക്കിയേനെ. പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നെന്നാ ആൾക്കാർ പറഞ്ഞത്. ഇപ്പൊ പുതിയ അസുഖം വല്ലതും ആയിരിക്കും. തോന്നുന്നു. മാധവേട്ടനെ കൊണ്ടുപോയ ശേഷം പേടിച്ചാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭക്ഷണം പോലും ആരും കൊടുത്തിട്ടില്ല. എനിക്ക് 14 ദിവസമല്ലേ പറഞ്ഞത്, ഇന്ന് 13 കഴിഞ്ഞു. ഇന്നലെ ഒരു ദിവസത്തേക്ക് മുന്നേ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. മൗനക്കൂടിനുള്ളിലൊരു മഴപ്പക്ഷി തേങ്ങി, നിഴലായി വെളിച്ചമായി നിന്നവൾ നിത്യനിദ്രയായി.
പകലിരവുകളിൽ പങ്കുവച്ച പായാരങ്ങളിനി നിശബ്ദവീഥിയിലെ നിനവുകൾ മാത്രം. കത്തുന്ന ജീവിതവേനലിൽ കണിക്കൊന്നയായി പൂത്തവൾ അരൂപിയാം ശത്രുവാൻ അകലങ്ങളിലെ